പാട്ട് പാടാൻ പോലും. അപ്പോൾ ഹലോ എല്ലാവർക്കും ടെക്സ്ട്രാ ഫുഡ്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഴയതായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇല്ല, കാരണം ഇത് പുതിയ യൂട്യൂബ് ചാനലാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചാനൽ നമ്മളത് മെയിൻ്റെനൻസിനായി ഏൽപ്പിച്ച ഒരാൾ അവരുടെ ശ്രദ്ധ കൂടുതൽ മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചി മറൈൻ ഡ്രൈവിനടുത്തുള്ള ബ്രോഡ്വേ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റാണ്. ഒരു ഇടവഴി പോലത്തെ സ്ഥലമാണ്. അതിന് രണ്ട് വശത്തായിട്ട് കടകളുണ്ട്. കൂടുതലും നമുക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു സമയമാകുമ്പോഴാണ് ഈ കടകളൊക്കെ ആക്റ്റീവ് ആകുന്നത്. ഈ കാണുന്നവനാണ് എന്നെ വെറുതെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് കൊച്ചിയിലെ നൈറ്റ് വൈബ് ആസ്വദിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയതാണ്. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. നമ്മൾ സ്ട്രീറ്റിൻ്റെ എൻട്രിയിലൂടെ കയറി ഇറങ്ങി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉടനെ തന്നെ കണ്ടെത്താൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലാണ് പോയത്. പക്ഷേ ചില കാര്യങ്ങളായിട്ട് പ്രത്യേകിച്ച് വില നമ്മളെ അവിടെ നിന്ന് ഒരു മിഠായി പോലും വാങ്ങിച്ചു തരാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നില്ലെന്ന് വേണം പറയാം. ഈ കടയിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സസ്പെൻസ് ഇട്ട് 7 മിനിറ്റ് ഒന്നും പിടിച്ചെടുത്താൻ ഞങ്ങൾ നോക്കുന്നില്ല. ഇപ്പോൾ ഒരു ചാനൽ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി ഇത് മോട്ടിവേഷനൊക്കെ ആക്കി എടുക്കാനും അത്യാവശ്യം റീച്ചിലോട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ സമയമുള്ളവർ ഇതൊന്ന് മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടാകണം. അപ്പം സമയമില്ലാത്തവരാണെങ്കിൽ സമയമുള്ള സമയത്ത് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണമെന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യമായിട്ട് കുറച്ച് ലൈറ്റ് വാങ്ങാൻ വേണ്ടി പോയി, അത് കിട്ടിയില്ല. അവിടെ 30 മീറ്ററിന് അത്യാവശ്യം നല്ല വിലയായിരുന്നു. വില ഞാനിതിൽ പറയുന്നില്ല, പലരുടെയും കടകൾ അവിടെ ഉള്ളതുകൊണ്ട് അവരെ അത് ബാധിക്കുന്നതുകൊണ്ടും അത് പറയുന്നില്ല. പിന്നെ അന്വേഷിച്ച് ഓരോ കടകളിൽ പോയി ഒരു ഉണ്ണിയേശുവിനെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അതും അവിടെ ഒരു സെറ്റായിട്ടേ കൊടുക്കത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അതിൻ്റെ വില 4000-5000 മുകളിലോട്ടൊക്കെ പോകുന്ന കണ്ടപ്പോൾ അതും വാങ്ങാനായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ കയ്യിലില്ലായിരുന്നു. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാനായിട്ടുള്ള ഇതില്ലായിരുന്നു. അവസാനം കണ്ടെത്തിയിട്ട് ഉണ്ണിയേശുവാണ് ദോബിയിലായിരുന്നത്. അത് വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് നേരം വീഡിയോയുടെ ഒരു പർപ്പസിന് വേണ്ടി കടകളിലെല്ലാം കയറി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവസാനം വാങ്ങിക്കാനില്ലെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി വേറെ കടയിലേക്ക് പോയി നോക്കിക്കോന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത്. പിന്നെ ഈ ഒരു കടയിലായിരുന്നു ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ നിന്നത്. അതിൻ്റെ സാഹചര്യ സമ്മർദ്ദങ്ങൾ നിങ്ങൾക്കത് ആ ഒരു വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചില ഭംഗികളൊക്കെ ആസ്വദിച്ച് അവിടെ നിൽക്കുന്ന സമയത്താണ് ഇത് 2 ബോൾ അവിടെ കിടക്കുന്നുണ്ട്, അതിൽ തട്ടണമെന്ന് അഭിക്കൊരു തോന്നല. അങ്ങനെ അതും സംഭവിച്ചു. പിന്നീട് ഈ കൂർത്തിരിക്കുന്ന ഈ സാധനം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയതാണോ എന്നൊരു ഡൗട്ട്. തലോടി നോക്കിയെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഞങ്ങൾ പോയി. കടക്കാരൻ വല്ലതും പറയുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സാന്താക്ലോസിനെ പൊക്കിയെടുക്കുന്നൊരു ഭാഗമുണ്ട്. അത് ഇതിൻ്റെ അകത്ത് എവിടെയാണെന്നൊരു പിടിയില്ല. ഈ വോയിസ് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ചടങ്ങാണ്. നമ്മളൊരു 10-20 പ്രാവശ്യമെങ്കിലും സംസാരിച്ചിട്ടേ നമുക്കത് ഇഷ്ടപ്പെടത്തുള്ളൂ. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞും വീണ്ടും റീടേക്ക് ചെയ്തും വീണ്ടും ഡിലീറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇതൊരു 10-100 പ്രാവശ്യമെങ്കിലും ഇപ്പോൾ റീടേക്ക് ആയി കാണും എൻ്റെ ഒരു ഊഹം വെച്ച്. അപ്പോൾ പിന്നെ അതിലൂടെ തന്നെ പോയി. ഇതൊരു സ്ട്രീറ്റ് പോലെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം സെയിമാണ്. നക്ഷത്രങ്ങളും സാന്താക്ലോസും ഉണ്ണിയേശും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഒരു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അന്തരീക്ഷവും നമുക്കൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കവിടെ നിന്ന് ഒരു സാന്താക്ലോസിനെ ഒക്കെ എടുക്കുന്നുണ്ട്. വില ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അതുകൊണ്ട് അത് അതേപോലെ തന്നെ അവിടെ വെച്ചു. പിന്നെ നക്ഷത്രം വാങ്ങിക്കാനുള്ള സ്റ്റാർ വാങ്ങാനായിട്ടുള്ള ആഗ്രഹമായിട്ട് ഇങ്ങനെ നടക്കും. ഈ കാണുന്ന ഭംഗിയൊന്നും വില കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല. പിന്നെ ഞാൻ രംഗത്തിറങ്ങി അവൻ്റെ ക്യാമറ എടുത്തു. അവിടെ നിന്ന് ഞാൻ ഓരോ കടയിലും കയറി വന്നത് ഉണ്ണിയേശുവിൻ്റെ വിലയാണ് ഈ ചോദിച്ചു വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ വില കേട്ടപ്പോൾ വേണ്ട പൊക്കോളാന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നടന്നൊരു മാല കണ്ടപ്പോൾ ചുമ്മാ വില ചോദിച്ചതാണ്. വീഡിയോ എടുക്കില്ല, എന്തെങ്കിലും ആൾക്കാരെ കേൾപ്പിക്കേണ്ടതെന്ന് ഓർത്തിച്ച് വെറുതെ ചോദിച്ചതാണ്. പക്ഷേ പുള്ളിക്കാരൻ ആദ്യമൊന്നും വന്നില്ല. പിന്നെ ഇറങ്ങി വന്ന് എന്നെ അടിച്ചേൽപ്പിച്ചു. ഒരു മാല വാങ്ങിക്കേണ്ടി വന്നു. ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നടന്ന് ഒരു വരും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ലൈറ്റിൻ്റെ വില നേരത്തെ ചോദിച്ചത് തന്നെയാണ്. അങ്ങോട്ട് പോയപ്പോൾ അഭി ചോദിച്ചു, ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു. സെയിം വിലയാണ്. പിന്നെ ക്യാമറ വണ്ടി ഇരുന്നുകൊണ്ട് ഞാൻ ചുമ്മാ അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ നടന്നു. തേരാപ്പേര നടന്നു, ചുറ്റും നടന്നു. ഈ സാധനത്തിനൊക്കെ വരുന്ന വിലയെന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിന് തന്നെ എൻ്റെ 7,000-8,000 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ആ ആഗ്രഹം ഞങ്ങളോട് ഉപേക്ഷിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ഇവിടെ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വാങ്ങിക്കുന്ന 200 എത്രാണ്ട് വില പറഞ്ഞു ഈ ഒരു ചെറിയ സാധനത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും അഫോർഡബിൾ അല്ലായിരുന്നു. പെട്ടെന്നൊരു യാത്രയായിരുന്നു. 200 രൂപ കൊടുക്കുന്ന പോലെ അല്ല, അതുകൊണ്ടുള്ള പ്രശ്നമല്ല. എന്നാലും പിന്നെ അവിടെ തെറിയും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. തെറി പറഞ്ഞ ഒരാശയല്ല, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയവനെയാണ്. ഇവിടുന്ന് തന്നെ വാങ്ങിക്കേണ്ട കാര്യത്തിനാണ് എന്നെ അവിടം വരെ കൊണ്ടുപോയത്. ഇങ്ങനെയൊക്കെ കാണിക്കാൻ എനിക്ക് തോന്നി അവനെ. പിന്നെ ഞാനതൊന്നും മനസ്സിൽ വെച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴാണ് ആ വളവിൻ്റെ അവിടെ ഒരു തട്ടുകടയുണ്ട്. ഇവരെപ്പോഴും വന്ന് കഴിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഈ ഒരു സമയത്തൊക്കെ ഇപ്പോൾ ഒരു 11:30 ആയി കാണും അവിടെ കാണുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ തട്ടുകടയിൽ വന്നു. തട്ടുകടയിൽ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു ഉണ്ടയും ഇല്ലെന്ന് മനസ്സിലായത്. പിന്നെ തൊട്ടടുത്തുള്ള കണ്ടൊരു ഹോട്ടലിൽ കയറി. അവിടെ ഈ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അടിപൊളി സാധനം. ഇന്ന് കഴിച്ച് മരിക്കുമെന്ന് വിചാരിച്ചു. ഈ ഒരു ഡിസ്പ്ലേ കണ്ടപ്പോൾ ചിക്കനും മട്ടനും ബീഫും ഫിഷും അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനധികം ഫുഡ് അങ്ങനെ കഴിക്കാത്തൊരു ടീമാണ് എന്നാണ് പുറത്ത് പറയുന്നതെങ്കിൽ നല്ല രീതിയിൽ കഴിക്കണമെന്നുണ്ടായിരുന്നു. കാര്യം കാശ് അവൻ്റെ ആണെന്നുള്ളൊരു ധാരണയുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു സംഭവം. അതുകൊണ്ട് ഞാനായിട്ട് ഒന്ന് ഓർഡർ ചെയ്യണം, നീ അങ്ങ് ഓർഡർ ചെയ്തോന്ന് പറഞ്ഞു. അവനാണെങ്കിൽ ചിക്കൻ്റെ ഒരു ചെസ്റ്റ് പീസും പൊറോട്ടയും വേറെ അൽഫാം ഏതാണ്ടൊക്കെ ഓർഡർ ചെയ്യുന്ന കണ്ടു. ഞാനത് കൊണ്ടുവച്ചപ്പോൾ എന്തോ ഭക്ഷണം കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ കഴിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം വന്നു. വൈറ്റിൽ നിന്ന് അറിയിച്ചതാണ് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ പിന്നെ ഒരു ഓംപ്ലേറ്റിലോട്ട് മാത്രം ഒതുങ്ങി. ഒരു ഓംപ്ലേറ്റ്, ഒരു ചായ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ തന്നെ
നമ്മുടെ കട്ടയും പടം ഏകദേശം മടങ്ങി, വയറ് പെട്ടെന്ന് അറിഞ്ഞു. പിന്നെ ഞാൻ അവിടെ എന്ത് ചെയ്യണോ, ഞാൻ കഴിച്ചു, കുറേ കഴിഞ്ഞിട്ട് ഇവൻ കഴിച്ചു കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ആ ഓംലേറ്റിൻ്റെ അകത്തുണ്ടായിരുന്ന മുളകും സവാള ഉള്ളിയൊക്കെ വെച്ച് ചെറിയൊരു ആർട്ട് വർക്ക് നടത്തി. അതും ഇതിൻ്റെ ഈ ഭാഗത്ത് എവിടെയോ ആണ് ഇപ്പോൾ വരേണ്ടത്, ഇപ്പോൾ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ കാണുന്ന സാധനമാണ് ഇതൊക്കെ. കണ്ട ആ കറിയൊന്നും അവൻ കഴിച്ചിട്ട് പോലുമില്ല. വേറെ 5-6 പാത്രം അപ്പുറത്തെ ടേബിളിൽ ഇരിപ്പുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കടക്കാരെ മനസ്സിൽ തെറിയും പറഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണ് ഇതോ ഒരു പുള്ളിക്കാരൻ അവിടെ കിടന്ന് കൈ കാണിച്ചത്. ഇതിന് മുമ്പൊരു സീൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ചില സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ചില സിറ്റുവേഷനൊന്നുമല്ല, വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു കൊച്ചി നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ബ്രോഡ്വേയുടെയും മറൈൻ ഡ്രൈവിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെയൊക്കെ ഇരുന്നൊരു ചായയൊക്കെ കുടിച്ച് കറങ്ങി വരാൻ, ഒരു വൈബടിച്ച് വരാനുള്ള സാഹചര്യമാണുള്ളതെങ്കിലും ഇതുപോലുള്ള ചിലവന്മാരും ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറൈൻ ഡ്രൈവിലേക്ക് പോകുന്നത്. അപ്പോൾ പരിചയക്കാരാരണ്ടൊക്കെ അവിടെ ഉണ്ട്. ഈ രാത്രി കാലങ്ങളിൽ അവിടെയൊക്കെ മൂലക്കും മുക്കിനൊക്കെ വന്ന് നിൽക്കുന്ന കാണുമെന്നൊക്കെ പറഞ്ഞാണ് ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടി. എന്തായാലും നൈറ്റ് ലൈഫല്ലേ, എല്ലാം ഒന്ന് കണ്ട് പകർത്തിയേക്കാന്നുള്ള ഉദ്ദേശത്തിൽ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ആരുമില്ല. കുറേ നേരം ഇങ്ങനെ വിജനമായ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അവരും നടക്കുന്നുണ്ട്, എന്തിനാണെന്നറിയാതെ. ബംഗാളികളും നമ്മുടെ അതിഥി തൊഴിലാളികളൊക്കെയാണ് കൂടുതലും ഈ ഒരു ഭാഗത്തുകൂടി അധികമായിട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടത്. തൊട്ടടുത്തൂടെ പോയപ്പോൾ ഉള്ള ഭാഷ വെച്ചാണ് മനസ്സിലാക്കിയത്. പിന്നെ അവിടെ നിന്നും ബോറടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടി കയറി വീട്ടിലോട്ട് പോകാമെന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ തിരിച്ചു പോകുകയാണെന്നും തോന്നുന്നു. ഇനി വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ട് പോകുന്ന ഭാഗമാണോ ഈ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കുറച്ച് യാത്രയായിട്ട് ബന്ധപ്പെട്ട പേഴ്സണൽ കണ്ടൻസ് മാത്രമേ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ നേരത്തെ ആ സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ആ എഡിറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം.